പ്രധാനമായിട്ടും ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് എത്ര ഉയരത്തിൽ ചെയ്യണം? ഒരു 5 feet ഹൈറ്റ്. കാരണം അതാണ് നമ്മുടെ 25 വർഷം പഴക്കമുള്ള വീട്, പോട്ടെ 10 കൊല്ലം പഴക്കമുള്ള വീട്, വീണ്ടും വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് അതിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പ്രൈസിങ് ഒന്ന് പറഞ്ഞു തരണം. നമസ്കാരം. നമ്മൾ പലപ്പോഴും വാട്ടർ പ്രൂഫിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാത്റൂം വാട്ടർ പ്രൂഫിങ്. എപ്പോഴും പലരും ചോദിക്കാറുണ്ട് വാട്ടർ പ്രൂഫിങ് എവിടെയൊക്കെ ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാത്റൂം വാട്ടർ പ്രൂഫിങ്. എൻ്റെ വീട് ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ഒരു ഫേമിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫേം എന്നതിലുപരി ഞാൻ തന്നെ കൺസൾട്ട് ചെയ്യുന്ന ഹരിപ്പാടുള്ള സന്തോഷേൻ്റെ വീട്ടിൽ ഇന്ന് ബാത്റൂം വാട്ടർ പ്രൂഫിങ് നടക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അത് ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണ്, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, അതിനൊക്കെ എത്ര പ്രൈസ് ആവും, അത് ചെയ്യുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു മസ്റ്റ് വാച്ച് വീഡിയോ എന്ന് പറയും. കാര്യം ബാത്റൂം എപ്പോഴും നമ്മൾ ഒഴിവാക്കി വിടുന്ന ഒന്നാണ് വാട്ടർ പ്രൂഫിങ്ങിന്. നാളെ നമുക്കൊരു പ്രശ്നം വരികയും ചെയ്യും. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ബാത്റൂം വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചാണ്. ഞാൻ അജയ് റഹ്മാൻ കമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള പ്രജീഷ് പ്രോയാണ്. പ്രജീഷ് വന്നാട്ടെ. ഇദ്ദേഹം നമ്മുടെ ഫേമിൻ്റെ പേര് വൈറ്റ്ഫോക്സ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ തന്നെയല്ലേ? വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ് മാനുഫാക്ചേഴ്സ് ആണ്. വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയത് വെച്ചത് തറ കെട്ടുന്നിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും, കാപ്പിലറി റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അവിടെ അതിനുശേഷം ബാത്റൂമിലേക്ക് വരും, സൺഷെയ്ഡിലേക്ക് വരും, ടെറസിലേക്ക് പോകും, ടോയ്ലറ്റ്. അതെ, അത് സ്പെഷ്യലായിട്ട് പറയാനായിട്ടാണ് അവസാനത്തേക്ക് വെച്ചത്. ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ, പലരും ചോദിക്കുന്നത് ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമായി എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ആ ഒരു ചിന്തകളൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതെ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സന്തോഷേൻ്റെ വീടാണ്, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന വീടാണ്. അപ്പോൾ നമ്മുടെ വീട് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് എങ്ങനെ ഇരിക്കുക എന്നുള്ളത് ചിന്തിക്കുന്നത്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് ഞാൻ ആദ്യം തന്നെ ചെയ്യണം, സോയിൽ ടെസ്റ്റ് എടുത്തപ്പോൾ തന്നെ ആദ്യം തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, എല്ലായിടത്തും ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ബാത്റൂം വാട്ടർ പ്രൂഫിങ്ങിലേക്ക് വരാം. എല്ലാവരും പല ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒന്നാണ് ശരിക്കും വാട്ടർ പ്രൂഫിങ്. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ സ്കിപ്പ് ചെയ്യാം? ഞാൻ അങ്ങനെ ചോദിക്കും. ഇതിൽ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. നല്ല കൺസൾട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, നല്ല ആർക്കിടെക്ട്സ്, നല്ല ഇന്റീരിയർ ഡിസൈനേഴ്സ് കൺസൾട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം വാട്ടർ പ്രൂഫിങ്, ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിങ് മസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടോയ്ലറ്റ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ എല്ലാ ഏരിയയും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ശരി. ഇത് ടോയ്ലറ്റ് മാത്രമേ അത്രയും ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ടോയ്ലറ്റിൽ വൺസ് നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. യെസ്. ടൈല് റിമൂവ് ചെയ്യണം, അതെ, ക്ലോസറ്റ് റിമൂവ് ചെയ്യണം, അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള പൈപ്പുകൾ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ റിമൂവ് ചെയ്താൽ വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ. ഇതിൽ ഞാൻ അതിനകത്ത് ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഒരു സംശയമാണ്. ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിങ് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ 2 നില, ഇതിപ്പോൾ 2 നില വീടാണ്, 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്. പല ആൾക്കാരും നമ്മുടെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ 1ാമത്തെ നില ചെയ്താൽ പോലെ, അതായത് അപ്സ്റ്റെയർ ചെയ്താൽ പോലെ താഴത്തെ നില നമുക്ക് ഒഴിവാക്കി കളയാം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പറയാമോ? ശരിക്കും ടോയ്ലറ്റ് നമുക്ക് ഒരു 2 നില വീടാകുമ്പോൾ താഴെയും ടോയ്ലറ്റ് ഉണ്ടാവും, മുകളിൽ ഉണ്ടാവും, സ്വാഭാവികം. താഴെയുള്ള ആളുകൾക്ക് ഒരു ധാരണ എന്താണെന്നുണ്ടെങ്കിൽ, താഴെയുള്ള ടോയ്ലറ്റിൽ ഗ്രൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വെള്ളം താഴേക്കല്ലേ ഇറങ്ങി പോകുന്നത്, ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നത് നല്ലതല്ലേ എന്നുള്ള രൂപത്തിലാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അതിന് ശരിക്കും അതിൻ്റെ പ്രാക്ടിക്കൽ വശം എന്താണെന്നുണ്ടെങ്കിൽ, ശരിക്കും ടോയ്ലറ്റ് ലീക്കേജ് ആയിട്ട് താഴേക്ക് വെള്ളം ഡ്രോപ്പായിട്ട് വീഴില്ല. 99% നമ്മൾ ടെറസൊക്കെ ചോർന്നിട്ട് വെള്ളം വീഴുന്ന പോലെ വീഴാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. അതുപോലെ ബോറായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കണം. അത്രയും നല്ല കൺസ്ട്രക്ഷൻ ആണെങ്കിൽ മാത്രമേ അങ്ങനെ വെള്ളം വീഴുള്ളൂ. ഇതിൽ ടോയ്ലറ്റിൽ ഇഷ്യൂ വരാം, നമ്മുടെ ബ്രിക്ക്, ടോയ്ലറ്റിൻ്റെ 4 ചുമരുകൾ വെള്ളത്തിന് വലിച്ചെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടത്തിവിടും. അങ്ങനെ കടത്തി വിടുമ്പോൾ അവിടെ ചെയ്തിട്ടുള്ള പുട്ടി, പെയിന്റ് പോലുള്ള കാര്യങ്ങൾ ഡാമേജ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരികയാണ് ചെയ്യുന്നത്. ഇനി ഈ കേസ് നമുക്ക് താഴെയും മുകളിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരാൾ വീടുണ്ടാക്കുമ്പോൾ മുകളിൽ മാത്രം ചെയ്തു, താഴെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, മുകളിലത്തെ ടോയ്ലറ്റ്, മുകളിൽ 3 ടോയ്ലറ്റ് ഉണ്ട്, 3ഉം പക്ക സേഫായി എല്ലാ വോളും കറക്റ്റായിട്ട് നിൽക്കും. താഴെ അവർ സ്കിപ്പ് ചെയ്തു. താഴെ സ്കിപ്പ് ചെയ്ത എന്താ അവസ്ഥ? താഴെ ഉള്ള നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അടുത്തുള്ള, ഡൈനിങ് ഹാളിൻ്റെ അടുത്തുള്ള, കിച്ചണിൻ്റെ അടുത്തുള്ള ടോയ്ലറ്റുകളൊക്കെ ഓപ്പോസിറ്റ് വോൾ ഇതേപോലെ ഡാമേജ് വന്ന് ഡാമേജ് ആവും. ഇനി ഇത് കാണുന്ന ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ വരുന്ന ഏതൊക്കെ ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടോ ആ ഗസ്റ്റ് എല്ലാവരും കാണും നമ്മുടെ
താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ടോയ്ലറ്റ്. അതെ അതെ. മുകളിലത്തെ ടോയ്ലറ്റ് ആരാ കാണാ? ഞാൻ കാണും, എൻ്റെ വൈഫ് കാണും, എൻ്റെ പിള്ളേർ കാണും, ഏറിപ്പോയാൽ എൻ്റെ അമ്മ കാണും. അതും മുകളിലേക്കൊക്കെ കയറുന്നത് വളരെ റെയർ കേസാണ്. അതെ അതെ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഏരിയ ഗ്രൗണ്ട് ഫ്ലോർ ആണ് അല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ മസ്റ്റായിട്ട് ചെയ്യണം. എക്സ്പോസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്നൊരു ഇഷ്യൂ. ഇതിനൊരു എപ്പോഴും ആൾക്കാർ എന്ത് സംഗതി ചെയ്തെന്ന് പറഞ്ഞാലും അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ബൈലോ ഉണ്ടാവും, ഒരു ബുക്ക് എന്ന് പറഞ്ഞതുപോലെ. ആ ഒരു ബൈലോ ഉണ്ടല്ലോ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് നമുക്ക് സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോഴേ അതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബിൽഡ് ചെയ്യുമ്പോൾ കാരണം ഈ വെള്ളത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കാണ് അതിൻ്റെ ചലനം ഉണ്ടാകുന്നത്. മുകളിൽ നിന്ന് താഴേക്ക്. അപ്പോൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ടോയ്ലറ്റ് വെള്ളത്തിന് താഴത്തേക്ക് പോകാൻ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ടോയ്ലറ്റ് ഒരു സെർട്ടൺ പോയിന്റിൽ ഒരു സെർട്ടൺ ലെവലിൽ താഴത്തേക്ക് ഇറക്കിയിട്ട് വേണം ടോയ്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഡെപ്ത് വേണം. ആ ഒരു സെക്കൻഡ് സ്ലാബ് മോഡലിൽ ഒരു ഗ്രൗണ്ടിൽ നിന്ന് സെർട്ടൺ പോയിന്റ് ഇറക്കി വേണം ടോയ്ലറ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിംഗ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ടോയ്ലറ്റിൽ ഔട്ടർ പൈപ്പുകൾ ഒരുപാടുണ്ട്. PVC പൈപ്പുകളാണ് നോർമലി എല്ലാവരും ചെയ്യുന്നത്. ഈ PVC പൈപ്പാണ് നമുക്ക് ക്ലോസറ്റ് ഔട്ട് വരുന്നത്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഔട്ട് വരുന്നത്. ഈ വേസ്റ്റ് വാട്ടർ ഔട്ടും ക്ലോസറ്റ് ഔട്ടും നമ്മുടെ കോൺക്രീറ്റിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ കോൺക്രീറ്റും PVCയും തമ്മിൽ ബോണ്ട് ആവില്ല. ഇതിനുള്ള ഇടയിലൂടെ ഉള്ള മൈന്യൂട്ട് ഗ്യാപ്പിലൂടെ വെള്ളം പുറത്തേക്ക് പോകാതെ. ഇതാണ് ഫസ്റ്റ് പ്രിവെന്റ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഈ PVC പൈപ്പ് ഫിക്സ് ചെയ്തു, അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ PVCയുടെ ചുറ്റും ഒരു ജിയോ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ, ഒരു ക്ലോത്ത് ടൈപ്പിലുള്ള മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു അക്രലിക് കോമ്പോണന്റ് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു 50 രൂപ 60 രൂപ ഇങ്ങനെ കോസ്റ്റ് വരുള്ളത്. അതിൽ ഡിപ്പ് ചെയ്യുക. അത് ഡിപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ PVCയുടെ ചുറ്റും റോൾ ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ ചെയ്യേണ്ടതാണ്, ചെയ്യിക്കേണ്ടതാണ്. ഇത് കസ്റ്റമർ ചെയ്യും. അതല്ലെങ്കിൽ അവരുടെ കൺസൾട്ടന്റ് അത് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും അവർക്ക്. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നോർമലി വാട്ടർ പ്രൂഫിംഗ് ആളുകൾ വരിക ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിലാണ് വരിക. അപ്പോൾ ഈ ഒരു പോയിന്റ് അവിടെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ആദ്യം ചെയ്യണം. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം ഈ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ലാബ് പൊളിച്ചിട്ടേ ചെയ്യാൻ പറ്റും. ഇനി എല്ലാ ടോയ്ലറ്റിലും ഈ ഇഷ്യൂ വരും എന്നല്ല അർത്ഥം. ഒരു 20% അല്ലെങ്കിൽ ഒരു 15% ടോയ്ലറ്റിൽ ഈ ഇഷ്യൂ വന്നേക്കാം, വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ ഒരു ലെസ് ദാൻ 100 rupees നമ്മൾ മുടക്കാം. 1 കോടിയുടെ വീട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 100 രൂപ മുടക്കി ചെയ്യാമല്ലോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത പ്രോസസ്സ് വരുന്നത് ടോയ്ലറ്റ് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിന് മുൻപ് അതിൽ പ്ലാസ്റ്ററിംഗ് എന്നുള്ള പ്രോസസ്സ്. ഇത് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് നോർമലി വീട് പ്ലാസ്റ്റർ ചെയ്യുന്ന ആളായിരിക്കും. ഇത് ക്ലയൻറ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിൽ പ്ലാസ്റ്ററിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് അൻഡുലേഷൻസ് ഉണ്ടാവാൻ പാടില്ല. പല ആളുകളും പറയും അത് കുഴപ്പമില്ല, അത് ടൈലർ വന്നിട്ട് നന്നാക്കിക്കോളും. ടൈലുകാർ അത് ടൈല് ഗമ്മ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു വടി വെച്ചാൽ കണ്ടോ ഈ ഗ്യാപ്പില്ലല്ലോ. അതെ അതെ, ഇതേപോലെ ആയിരിക്കണം സർഫസ്. കാരണം ഇതിനേക്കാളും കറക്റ്റായിട്ടുള്ള ടൈലാണ് വരിക. അപ്പോൾ ടൈല് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സർഫസിൽ പക്കയായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞു, കറക്റ്റായിട്ട് തറയും അതുപോലെ ഭിത്തിയും. അതിൽ തന്നെ ചോദിക്കാലോ, ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഡൗട്ടുള്ള ഒന്നാണ് ഇത് എത്ര ഉയരത്തിൽ ചെയ്യണം, ഭിത്തിയിലോട്ടാണ് എത്ര ഉയരത്ത് കൊണ്ടുപോകണം എന്നുള്ളതിൽ. അതിൽ പല ആൾക്കാരും പറയുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ടൈല് പിടിക്കത്തില്ലെന്ന്. അതെ, അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. ശരിക്കും വാട്ടർ പ്രൂഫിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഈർപ്പം വരാതിരിക്കുക. അതെ. സിമ്പിൾ ആൻസർ. വെള്ളം എവിടെയൊക്കെ തട്ടുന്നുണ്ടോ അവിടെയൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇത്ര ഹൈറ്റിലെ വെള്ളം തട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ. പക്ഷേ ബാത്റൂമിൽ അത്ര അല്ലല്ലോ വരിക. നോർമലി നമുക്ക് ഷവർ ഹൈറ്റ് 5 feet ഹൈറ്റ് മിനിമം ചെയ്യണം. വെള്ളം എത്ര ഹൈറ്റിൽ വെള്ളം തട്ടുന്നുണ്ടോ അത്രയും ഹൈറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് നല്ല ടൈൽ ഗം മെറ്റീരിയൽ യൂസ് ചെയ്ത് ടൈൽ വെച്ച് കഴിഞ്ഞാൽ ടൈല് ഫിക്സ് ആവും. അതായത് പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ 5 അടി വരെ ചെയ്തു. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടൈല് ഗമ്മ് വെച്ച് തന്നെ ഫിക്സ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ടൈൽ ഗമ്മ് വെച്ച് ഫിക്സ് ചെയ്യണം. ഓക്കെ, സിമെന്റ് ഗ്രൗട്ടിലല്ല ടൈല് ഫിക്സ് ചെയ്യേണ്ടത്. ടൈല് പിടിക്കില്ല എന്നത് ഒരു യഥാർത്ഥത്തിലൊരു വാസ്തവവിരുദ്ധമായ കാര്യം തന്നെയാണ്. നല്ല ടൈല് പിടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്തൊരു വാട്ടർ പ്രൂഫിംഗ് ചെയ്തൊരു വാളിൽ ഏതെങ്കിലും സിമെന്റ് ഗ്രൗട്ട് വെച്ചിട്ട് ടൈല് പിടിക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. ശരിക്കും നമുക്ക് ഇത്രയും പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാം. വാട്ടർ
പ്രൂഫിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. സർഫസിലുള്ള ലൂസ് പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 1 ഫീറ്റ് ഹൈറ്റ് വരെ 45 GSM ഫൈബർ മെഷ് വിരിക്കണം. ശരി. മെഷ് വിരിക്കും. അത് എന്തിനാ വെച്ചാൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് പ്രോപ്പർട്ടി കിട്ടുന്നതിനാണ്. പിന്നെ ഗ്രൗണ്ടിലാണ് അത്രയും വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു 1 ഫീറ്റ് ഹൈറ്റ് വരെ ഫൈബർ മെഷ് വിരിക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം 2 കോട്ട് അക്രലിക് മെറ്റീരിയൽ വെച്ചിട്ട് സിമെന്റീഷ്യസ് മെറ്റീരിയലാണ്. അത് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യണം, സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യണം. ഇത് നമുക്ക് 5 ഫീറ്റ് ഹൈറ്റ് വരെ അക്രലിക് കോട്ടിങ് ചെയ്യണം. പക്ഷേ മെഷ് നമുക്ക് ഒരു 1 ഫീറ്റ് ഹൈറ്റ് വരെ മെഷ് ചെയ്താൽ മതി. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം ആദ്യത്തെ കോട്ടിംഗ് ആയിട്ട് അക്രൈൽ ഗാർഡ് ചെയ്യണം. അതൊരു ലിക്വിഡും പൗഡറും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊന്നുകൂടി ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ, കുറച്ചും കൂടി തിക്കാണ് ഈ മെറ്റീരിയൽ. ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ ബ്രഷ് അപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും കറക്റ്റായിട്ട് മിക്സ് ചെയ്യണം. അതല്ലെങ്കിൽ അതിലുള്ള കറക്റ്റായിട്ടുള്ള സ്ലെറി എല്ലാം താഴെ ഊറി നിൽക്കും. അതിനുള്ള മുകളിലുള്ള മെറ്റീരിയൽ മാത്രം അപ്ലൈ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടും അക്രൈലിക് ഗാർഡ് അപ്ലൈ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിംഗ് ആയി പൂർണ്ണമായി. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ടൈലിടുക. ടൈലിടുന്ന സമയത്ത് യാതൊരു കാരണവശാലും ടോയ്ലറ്റിൽ ചിപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ആണി അടിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യരുത്. ലെയറാണ് ഇതൊരു ലെയറാണ്. നിങ്ങൾ ലെയർ കൊടുത്തിരിക്കുകയാണ്. ഒരു ലെയർ കൊടുത്തിരിക്കുകയാണ് നമ്മൾ. അത് കീറി വിടുന്നത് പോലെയാണ് അത് പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളാണ്. വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ടൈലിടുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും വെള്ളം കെട്ടി നിർത്തണം. എത്ര ദിവസം? ഒരു 10 to 12 days. ഒരു ലെസ് ദാൻ 2 weeks നിർബന്ധമായിട്ടും വെള്ളം കെട്ടി നിർത്തണം. അത് ഏത് വാട്ടർ പ്രൂഫിംഗ് ചെയ്താലും. കാരണം വൺസ് ടൈൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ലീക്കേജ് വന്നാൽ ആ ടൈൽ റിമൂവ് ചെയ്യാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അത് അത്രയും കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ ടോയ്ലറ്റിൻ്റെ കേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ ബോണ്ടിങ് ടെസ്റ്റിനകത്താണ് ഇരിക്കുന്നത്. ബോണ്ടിങ് ടെസ്റ്റ്. ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല കസ്റ്റമറും നമ്മുടെ അടുത്ത് പറയുന്നു, നമ്മുടെ കോൺട്രാക്ടർ ഒരാൾ അടച്ചു പറയുന്നല്ല കേട്ടോ, കോൺട്രാക്ടർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്യും. ചിലപ്പോൾ ഗ്രൗട്ട് കലക്കി ഒഴിച്ചിട്ടുള്ള പരിപാടികളൊക്കെ. അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 5 ലെയർ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ അജഗജാന്തരമാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം. ഇത് കാരണം ഇതാ മെഷ് വരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ 4 കോട്ട് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇത്രയും മെറ്റീരിയൽസ് വരുന്നത് നമുക്ക് ആ ഇഷ്യൂ ഫ്യൂച്ചറിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഇത്രയും വരുന്നത്. അത് നിങ്ങൾ ആദ്യം പറഞ്ഞ കണക്കാണ്. ഒരു ലക്ഷക്കണക്കിന് നമ്മളിപ്പോൾ ഒരു 25 ലക്ഷത്തിന് 30 ലക്ഷത്തിന് കോടിയിലോട്ടൊന്നും പോകണ്ട. ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനനുസരിച്ച് ഒരു സാധനം നമ്മുടെ ബാത്റൂം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത്ര കാലം അല്ലെങ്കിൽ എത്ര വർഷം കൂടുമ്പോഴായിരുന്നു റിപ്പയർ ആവേണ്ടി വരിക അല്ലേ? അത് സിമ്പിൾ. അതാണ് അതിൻ്റെ കാര്യം. 1-2 വർഷം കഴിയുമ്പോൾ നമ്മളിത് വീണ്ടും റിപ്പയർ ചെയ്യേണ്ടി വരും. അതിലും നല്ലത് നമുക്ക് ആദ്യം തന്നെ ഇത് പൂർണ്ണമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ റിപ്പയറിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അതിനോട് റിലേറ്റ് ചെയ്ത് ചോദിക്കാം. ഒരു 20-25 വർഷം നമുക്ക് വന്നിട്ടുള്ള ക്വയറീസാണ് ചോദിക്കണേ. 25 വർഷം പഴക്കമുള്ള വീട് പോട്ടെ, 10 കൊല്ലം പഴക്കമുള്ള വീട്, ഇതുപോലെ ബാത്റൂമിൽ ഇഷ്യൂ വന്നു, വാട്ടർ പ്രൂഫിംഗ് ആണ് പ്രശ്നം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെങ്ങനെ? ശരിക്കും കറക്റ്റ് സൊല്യൂഷനാണ് ക്ലയൻറ്റ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ടൈല് റിമൂവ് ചെയ്ത് വീണ്ടും വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ട് ടൈല് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പഴയ ബാത്റൂം ആണെങ്കിൽ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ എവിടെ നിന്നാണ് വെള്ളം വരുന്നത് എന്നുള്ള സോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. കാരണം നമ്മൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന വെള്ളമാണോ പൈപ്പിലൂടെ വരുന്ന വെള്ളമാണോ എന്നുള്ള ഒരു പ്ലംബറെ വിളിച്ചു കഴിഞ്ഞാൽ പ്ലംബർക്ക് സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് വേണം അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഇത് വെറ്റേരി ആയതുകൊണ്ട് ഇതിന്റെ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പ്രോസസ്സിന് ഒരുപാട് വ്യത്യാസമുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട് പ്രോസസ്സ്. അത് കറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓരോ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് PVC ഫിക്സ് ചെയ്യുമ്പോൾ വേണം ജിയോ ടെക്സ്റ്റൈൽ ചെയ്യാൻ. അതല്ലാതെ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ കോൺക്രീറ്റ് ചിപ്പ് ചെയ്തിട്ട് പിന്നെ ജിയോ ടെക്സ്റ്റൈൽ ചെയ്യുന്നതിൽ കാര്യമില്ല എന്നല്ല, ഒരു എക്സ്ട്രാ വർക്ക് പോലെയാണ് അത് വരുന്നത്. അത് മാത്രമല്ല അതൊരു കറക്റ്റ് പ്രൊസീജിയർ ആയിട്ട് ഇനി പ്രധാനമായിട്ടും ഇപ്പോൾ ഏതൊരു സംഗതി ചെയ്യുമ്പോഴും എന്നോട് ചോദിക്കുകയാണ് ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിനൊരു പ്രൈസിങ് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയും വാല്യൂ ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പ്രൈസിങ് ഒന്ന് പറഞ്ഞു തരണം, അതുപോലെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക് ഇതുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ?
അത് എല്ലാ വീഡിയോസിലും ആളുകൾ കമന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൈസ് പറഞ്ഞില്ല, പ്രൈസ് എന്താ പറഞ്ഞോളൂ. ഇത് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, കാരണം ഇതിന്റെ കൂടെ സർവീസും കൂടെ ആഡ് ചെയ്യണം പ്രൈസിംഗ് ചോദിക്കുന്നത്. കാരണം കമ്പനിക്ക് ത്രൂ ഔട്ട് കേരള ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് ഉണ്ട്. ഒരു മിനിമം ഒരു 4 ടോയ്ലറ്റിന്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ കമ്പനിയിൽ ഇൻഫോം ചെയ്ത് കമ്പനി ഡയറക്റ്റ് ആയിട്ട് വന്ന് ചെയ്തു തരും. നമ്മുടെ ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് ചെയ്തു തരും, ഇവിടുത്തെ പോലെ ചെയ്തു തരും. ഇത് ചെയ്യുമ്പോൾ ഉള്ള പ്രൈസിംഗ് ഒരു സ്ക്വയർ ഫീറ്റ് 58 റുപ്പീസാണ്. ശരി, 58 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് പ്രൈസ് ചാർജ് ചെയ്യുന്നത്. ഇത് 4 ബാത്റൂം മിനിമം വേണമെന്ന് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ, ഫസ്റ്റ് ലെയർ ചെയ്തിട്ട് അത് ഉണങ്ങിയിട്ട് വേണം സെക്കൻഡ് ലെയർ ചെയ്യാം. അപ്പോൾ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് ചെയ്യാൻ നമുക്കൊരു 30-35 മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ട് ചെയ്ത് തരും. പക്ഷെ അത് ഉണങ്ങാൻ 3 മണിക്കൂർ ഈ വർക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം 4 ടോയ്ലറ്റ് പറയുന്നത്. ഒരു 58 റുപ്പീസ് ഒരു സ്ക്വയർ ഫീറ്റിന് പ്രൈസ് വരുന്നത്. ഇനി അതല്ല 1-2 ടോയ്ലറ്റുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കസ്റ്റമർ കമ്പനിയിൽ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രാഞ്ചൈസികളിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ അവൈലബിൾ ആക്കി കൊടുക്കുമോ. ആ മെറ്റീരിയൽ നമുക്ക് ആ പാക്കിങ്ങിൽ വരുന്നത് നമുക്ക് പ്രൈമർ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ പൗഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പൗഡറിലേക്ക് ചേർക്കേണ്ട അക്രലിക് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ കമ്പനി മെഷും 45 GSM മെഷും ജിയോ ടെക്സ്റ്റൈലും കൂടെ ഒരു ആഡ് ഓൺ ചെയ്ത് ജിയോ ടെക്സ്റ്റൈലും കൊടുക്കുന്നുണ്ട്. ഇത്രയും മെറ്റീരിയൽസ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടോട്ടൽ മെറ്റീരിയൽ കൂടാതെ ചെയ്യാനായിട്ടുള്ള ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. അതിന്റെ കറക്റ്റ് മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ വീഡിയോ ഉണ്ട്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ മിക്സിംഗ് റേഷ്യോ വരുന്നുണ്ട്, അതിൽ ആപ്ലിക്കേഷൻ മോഡ് വരുന്നുണ്ട്, ടൈം ബൗണ്ട് എല്ലാം അതിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ പ്രജീഷുമായിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന സംഗതി ഒന്ന്, ഇത് നമ്മുടെ സന്തോഷേട്ടൻ്റെ വീടാണ്, ഹരിപ്പാട് നമ്മുടെ സന്തോഷേട്ടൻ്റെ വീടാണ്. പിന്നെ ഇവരിവിടെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ വീടിൻ്റെയും വർക്കുകൾ വരുന്നു. ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബാത്റൂം വാട്ടർ പ്രൂഫിങ് മാത്രമാണ്. ഇനി നമുക്ക് ബെൽറ്റ് വാർക്കുന്നിടം തൊട്ട് അതുപോലെ, അതായത് നമ്മുടെ ക്യാപ്പിലറി റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള, പിന്നെ സൺഷെയ്ഡ്, നമ്മുടെ ടെറസ് ഏരിയ, ഇതിൻ്റെയൊക്കെ വാട്ടർ പ്രൂഫിങ്ങും എല്ലാം വിശദമായിട്ട് നമ്മുടെ ചാനലിൽ വരും, നമ്മുടെ വീടിൻ്റെ ഓരോ പ്രോഗ്രസ് അനുസരിച്ച്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ താങ്ക് യു സോ മച്ച്. ഇതിന് മുന്നേ ഒരു വീഡിയോ ആണ് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ഇൻറ്റീരിയർ മേഖലയിലെ ചതിക്കുഴികൾ എന്ന വീഡിയോ ആയിരുന്നു. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു, ഇതിനും യഥാർത്ഥത്തിൽ റീസൺ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിറയെ കംപ്ലയിൻറ്റ് കൺസൾട്ട് ചെയ്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ബാത്റൂം വാട്ടർ പ്രൂഫിങ്. അതുകൊണ്ടാണ് ഇതൊരു മസ്റ്റ് വാച്ച് എന്ന് പറയാൻ കാര്യം. നമ്മുടെ സന്തോഷേട്ടൻ്റെ വീട് തന്നെ ഇതിനായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷം. വൈറ്റ്ഫോക്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോകൾ, ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസ് പുറകെ വരും, കാത്തിരിക്കുക. മികച്ച വീഡിയോസ് ഇനിയും ഉണ്ടാവും, അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.